Hi all, welcome back to XNOL and USS channel. So നമ്മൾ ഇന്ന് പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലെ 2026 ഫെബ്രുവരിയിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് USS എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ചിത്രത്തിൽ വിലങ്ങനെയുള്ള വരകൾ ABCE എന്ന് പറയുന്നത് സമാന്തര വരകളാണ്. BDE എന്ന ത്രികോണം ഒരു സമഭുജ ത്രികോണമാണ്. ഈ ചിത്രത്തിലെ കോണുകളെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ നോക്കുക. സോ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനെ കുറിച്ച് കുറച്ച് പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. In the figure, the horizontal lines ABCE are parallel. Triangle BDE is an equilateral triangle. Look at the following statements about the angles in the picture. Which statements given above are correct? So ഇവിടെ ഈ പിക്ചർ നോക്കുക, എന്നിട്ട് ആ ആംഗിൾസിനെ കുറിച്ച് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ABCD എന്നീ കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. ACE എന്നീ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. AB എന്നീ കോണുകളുടെ തുക DCE എന്നീ കോണുകളുടെ തുകക്ക് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? ആംഗിൾസ് അറിയണ്ടേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാം. അതിന് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഇതാ ABയും CEയും പാരലൽ ലൈൻസ് ആണെന്ന് അല്ലെങ്കിൽ സമാന്തര വരകളാണ് തന്നിട്ടുണ്ട്. ABയും CEയും പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, BDE എന്ന് പറയുന്നത് സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. BDE സമഭുജ ത്രികോണമാണെങ്കിൽ നിങ്ങൾ നോക്കുക, BDE സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആണ്. ഈ കാര്യം നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരണല്ലേ. അങ്ങനെയാണെങ്കിൽ CDE നിങ്ങൾ നോക്കുക, ഇവിടെ 60 ആയിരിക്കും, ഇവിടെയും 60 ആയിരിക്കും, ഇവിടെയും 60 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്ത് ഇങ്ങനെ അടുത്ത ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ CDE എന്ന് പറയുന്ന 3 ആംഗിൾസ് കിട്ടി. ഓക്കെ, ഇവിടെ C, ഇത് D, ഇത് E. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. C എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയാണ്. ഓക്കെ, D എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയാണ്. E എന്ന് പറഞ്ഞാലോ എത്രയാ? 60 ഡിഗ്രി തന്നെ. റൈറ്റ്? സോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങളിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കി Bയും Dയും നിങ്ങൾ നോക്കി, 2 ആംഗിൾസ്, ഇത് ഒറ്റ ലൈൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്ന ഈ ഒരു ആംഗിളും D എന്ന് പറയുന്ന ഈ ആംഗിളും എന്താണ്? രേഖീയ ജോഡികളാണ് അല്ലെങ്കിൽ ലീനിയർ പെയർ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ ഈ ഒരു D എന്നുള്ളത് 120 ആണെന്ന് നമുക്ക് ഈസിലി പറഞ്ഞൂടെ? കാരണം എന്താ? B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B+D 180 ആയിരിക്കണമല്ലോ. B+D എന്ന് പറയുന്നത് 180നോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ D നമുക്കറിയാം 60 ആണ്. സോ B ഈക്വൽ ടു 180 മൈനസ് D എന്ന് വരും, which is equal to 180 മൈനസ് 60 which is equal to 120. ഇങ്ങനെയാണ് മക്കളെ നമുക്ക് എവിടെ 120 കിട്ടുന്നത്? ഇത് 120 കിട്ടുക. കാരണം ഒറ്റ ലൈനാണ്, ആ ലൈനിന്റെ പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ B എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടി. എത്രയാ? 120 ആണല്ലോ, 120 ആണല്ലോ. യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അതിൽ നിന്ന് നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ്? ഞാൻ B 120 എന്ന് കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? AB എന്ന് പറയുന്ന ലൈനും CE എന്ന് പറയുന്ന ലൈനും പാരലൽ ലൈൻസ് ആണ്. അത് രണ്ടും പാരലൽ ലൈൻസ് ആണെങ്കിൽ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്? നമുക്കറിയാം, ഒരു പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകളുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ ഇങ്ങനെ 2 പാരലൽ ലൈൻസ് ഇങ്ങനെയുണ്ട്. ഇതാണ് സപ്പോസ് AB ആൻഡ് CE എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ അവിടെ ഉണ്ടല്ലോ. ഏതാ? ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ. റൈറ്റ്? ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇത് ഈ ലൈൻ ഏതാണ്? ഇത് ഈ BD എന്ന് പറയുന്ന ലൈൻ. റൈറ്റ്? BD എന്ന് പറയുന്ന ലൈൻ. ഈ ഒരു ലൈൻ ആക്ച്വലി എന്താണ്? ഈ 2 പാരലൽ ലൈൻസിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് അല്ലെ? ആ സമാന്തര വരകളെ മുറിച്ച് കിടക്കുന്ന ഒരു വരയാണ് ഇത് ഇവിടെ BD എന്ന് പറയുന്ന ലൈൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ആംഗിൾസ് ഒന്ന് നോക്കുക, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും. അത് ആ പിക്ചറിൽ ഏതാ ആംഗിൾ? ഇതാ ഇവിടെ A ഉണ്ട്, ഇവിടെ B ഉണ്ട്. സോ ഇത് Aയും ഇത് Bയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസിന് എന്തോ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. പാരലൽ ലൈൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ മുറിച്ച് കിടക്കുന്ന ഈ ഒരു വരയുടെ ഒരേ സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തരിക കോണുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 180 ഡിഗ്രിനോട് ഈക്വൽ ആയിരിക്കും. അത് ആഡ് ചെയ്യുമ്പോൾ A+B ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. റൈറ്റ്? A+B 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ നോക്കുക, നമ്മൾ B എന്ന് പറയുന്ന ആംഗിൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. B എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പൊ A കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് B. 180 മൈനസ് B എന്ന് പറഞ്ഞാൽ B നമുക്കറിയാം 180 മൈനസ് 120 എന്ന് കിട്ടും. അപ്പൊ A എത്രയാന്ന് കിട്ടും? 60 ഡിഗ്രി അല്ലേ? 60 ഡിഗ്രി ആണല്ലേ A കിട്ടുക. അപ്പൊ Aയും നമുക്ക് കിട്ടി. A എത്രയാ? 60 ഡിഗ്രി. സോ ഇവിടെ ഇതാ നമുക്ക് A കിട്ടി, B കിട്ടി, C കിട്ടി, D കിട്ടി, E കിട്ടി. ഇനി ഏതെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ? ഇല്ല. ABCDE
ഇത്ര ആംഗിൾസ് ആണ്, ആംഗിൾസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നോക്കുക, അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക, നമ്മൾ ആൻസർ മാർക്ക് ചെയ്ത് പോവുക. റൈറ്റ്. സോ നമ്മളുടെ USSന് ചോദിച്ചിരുന്ന കുറച്ചൊരു ടൈം എടുക്കുന്നതല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കി നോക്കാം. ABCD എന്നീ കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. അതായത് ABCD എന്ന് പറയുമ്പോൾ ഈ 4 ആംഗിൾസ് ABCD 4 ആംഗിൾസ് ആഡ് ചെയ്ത് നോക്ക്. 60, 120, 60, 60. അതായത് 180 + 120 എന്ന് വരും. റൈറ്റ്. 60 + 120 180, 180 + 60 240 എന്ന് വരും. 240 + 60 എന്ന് പറയുമ്പോൾ 300 അല്ലേ വരിക? 360 ആണോ 360 ആണോ? അല്ല, 300 ആണ് നമുക്ക് വരേണ്ടത് ABCD ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതെന്താണ്? ഒരു തെറ്റായിട്ടുള്ള പ്രസ്താവനയല്ലേ, അല്ലെങ്കിൽ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ACE എന്നീ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ACE എന്നുള്ള ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. നോക്കി നോക്കാം. ഏതാ? 60. C ഇതാ 60. അപ്പൊ 120 കിട്ടി. ഇനി ആരാ? E ഉണ്ട് 60. അപ്പൊ ACE 3 60 ഉണ്ടല്ല, 3 × 60 എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. യെസ്. അടുത്ത നോക്കിക്കോ. AB എന്നീ കോണുകളുടെ തുക DCE എന്നീ കോണുകളുടെ തുകക്ക് തുല്യമാണ്. ABന്റെ സം എന്ന് പറയുന്നത് DCEന്റെ സമ്മിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ABന്റെ സം നിങ്ങൾ നോക്കി നോക്ക്. A എന്ന് പറഞ്ഞാൽ 60 ആണ്, B എന്ന് പറഞ്ഞാൽ 120 ആണ്. 60 120 ആഡ് ചെയ്ത് നോക്ക്, 180 കിട്ടും. റൈറ്റ്. അത് അവിടെ നിൽക്കട്ടെ, 180 കിട്ടും. ഇനി എന്താണ്? CDE എന്ന് പറയുന്ന 3 ആംഗിൾസ് നോക്കണം. CDE എന്ന് പറയുമ്പോൾ 60 + 60 + 60 അത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ CDE ആഡ് ചെയ്തപ്പോൾ 180 കിട്ടി, Aയും Bയും ആഡ് ചെയ്തപ്പോൾ 180 കിട്ടി. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? AB ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ DCE എന്ന് പറയുന്ന ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റും കൂടെ ഉള്ളൂ. അങ്ങനെ അതിൽ നമുക്ക് ആൻസറിലേക്ക് പോവാം. AE എന്നീ കോണുകളുടെ തുക BD എന്നീ കോണുകളുടെ തുകക്ക് തുല്യമാണ്. AE എന്നുള്ള കോണുകളുടെ തുക നോക്കാം. A എന്ന് പറഞ്ഞാൽ 60 ആണ്, E എന്ന് പറഞ്ഞാൽ 60 ആണ്, 120 ആണ് കിട്ടുക. AEന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 120 ആണ്. BD എന്നീ കോണുകളുടെ തുകക്ക് തുല്യമാണ്. BDന്റെ തുക എത്രയാ, അല്ലെങ്കിൽ BDന്റെ സം എത്രയാ? B എന്ന് പറഞ്ഞാൽ 120 ആണ്, D എന്ന് പറഞ്ഞാൽ 60 ആണ്. 180 അല്ലേ കിട്ടുക? BDന്റെ സം എന്ന് പറഞ്ഞാൽ 180 ആണ്. അത് ഈക്വൽ ആണോ? ഇവിടെ 120 ആണ്, ഇവിടെ 180 ആ കിട്ടിയ. ഈക്വൽ അല്ല, അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല അല്ലേ, ഡയറക്റ്റ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല. സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനിയും എക്സ്പെക്ട് ചെയ്യണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മാത്രമാണ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു നമ്മളുടെ 26 ഫെബ്രുവരിയിൽ നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസും മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് USS എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സപ്പോർട്ടിന് വേണ്ടിയിട്ടും നമ്മളുടെ Exam Y ലേണിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. സോ എന്ത് ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ക്ലാസ്സസ് ഒക്കെ നമ്മളുടെ ചാനലിലൂടെ വരുന്നുണ്ടാവും. ഓക്കെ, സോ അത് സെറ്റാക്കി വെക്കാം. All the best for your USS journey.